ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇതുപോലത്തെ ആസ്ട്രോനട്സിനെയും പിന്നെ ആ കുഞ്ഞു മോണിനെയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് ക്ലേ ആണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേ ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്, അത് കാണാത്തവർ പോയി കാണാം. പിന്നെ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് ഇതുപോലെ ക്ലീൻ ഫിലിം യൂസ് ചെയ്ത് കവർ ചെയ്തിട്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മളെടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, കൈ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അത് സോഫ്റ്റ് ആവണം. പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡനായിപ്പോയി. അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹാർഡനായി പോയതെന്ന്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഇതെങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നന്നായി പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഡ്രൈ ആയി പോയതുകൊണ്ട് തന്നെ ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക്, അല്ലെങ്കിൽ ഭയങ്കര സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യമൊക്കെ ക്ലേ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്കും ചിലപ്പോൾ വരുന്നത്. കാരണം അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശരിക്കും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ വേസ്റ്റ് ചെയ്യരുതല്ലോ, നമ്മൾ ഉണ്ടാക്കിപ്പോയി, അത് ശരിയായില്ല എന്ന് വിചാരിച്ചത് കളയാനൊന്നും എനിക്ക് തോന്നിയില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കൂടുതൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു, കുറച്ചും കൂടി സോഫ്റ്റനാവാൻ വേണ്ടിയിട്ട്. പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാർഡ്ബോർഡുമേയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടേബിളുമേയോ വെച്ച് പരത്താൻ ശ്രദ്ധിക്കുക. പിന്നെ ടേബിളുമേ വെച്ച് പരത്തുമ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ എന്തെങ്കിലും പൗഡറോ അല്ലെങ്കിൽ കോൺഫ്ലോറോ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് അവിടെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ടായിരിക്കും, നമുക്ക് ഡ്രൈ ചെയ്തൊക്കെ എടുക്കേണ്ടതല്ലേ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ബേസല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡൊക്കെ ഇതുപോലെ ആക്കി കൊടുക്കണം. ഒരു പ്ലേറ്റിൻ്റെ രീതിയിൽ ആവുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. കൈ വെച്ച് തന്നെ ചെയ്യുക. അപ്പോൾ സൈഡൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ കൈ വെച്ച് തന്നെ. അങ്ങനെ വിള്ളലുകളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കയ്യിൽ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് സോഫ്റ്റും ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ശരിയാക്കും. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും പൗഡർ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് വേണം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മൂൺ ഉണ്ടാക്കണമല്ലോ, മൂൺ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ കുറച്ചധികം ക്ലേ എടുത്തിട്ട് അതേ മൂണിൻ്റെ ഷേപ്പിൽ നമ്മൾ മോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, എല്ലാം ഹാൻഡ് മെയ്ഡാണ്. പിന്നെ മൂൺ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു ബേസ് ഉണ്ടാവുമല്ലോ, ആ ബേസുമ്പോൾ നമ്മൾ ഈ മൂൺ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ആ മൂൺ ഒട്ടിക്കുന്ന ആ ഭാഗത്ത് നമ്മൾ കുറച്ചൊന്ന് ഫ്ലാറ്റനായിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മൂൺ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ താഴെ ഭാഗം അതിൽ വെക്കുന്ന ഭാഗം കണ്ടില്ലേ, ആ ഭാഗം നമ്മൾ കുറച്ചൊന്ന് പരത്തി ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ആസ്ട്രോനട്സിന് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുഞ്ഞി തല, പിന്നെ ഒരു ബോഡി ഉണ്ടാക്കുക. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ച് തന്നെ നമുക്കതിൻ്റെ ഷേപ്പ് ചെയ്യാൻ പറ്റും, കുഞ്ഞു രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു കുഞ്ഞു മനുഷ്യനെ ഉണ്ടാക്കാനായിട്ട് അത്ര ഈസി അല്ലേ. പിന്നെ ബാഗൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലായിട്ട് ഇതുപോലെ പശ വെച്ചാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത്, ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. കാരണം എൻ്റെ ഡ്രൈ ആയിപ്പോയി, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ക്ലേ ഡ്രൈ ആണ്. അപ്പോൾ അധികം നേരമൊന്നും വേണ്ട ഇത് ഉണങ്ങാനായിട്ട്, എൻ്റെ ഓൾറെഡി ഡ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പശ വെച്ച് ഒട്ടിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ നമ്മുടെ ക്ലേ നമ്മൾ മോൾഡ് ചെയ്യുമ്പോൾ തന്നെ അത് അവിടെ ഒട്ടിയിരിക്കും കേട്ടോ. പശ വെക്കേണ്ട ആവശ്യം വരുന്നില്ല, പക്ഷേ എനിക്ക് പശ വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യം വന്നു. പിന്നെ ഞാൻ മൂന്നും അതുപോലെ തന്നെ ബേസിൽ നമ്മൾ ഇതുപോലെ പശ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ മൂൺ ചെയ്തപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂണിൻ്റെ ഒരു ലുക്കൊക്കെ വരണമെങ്കിൽ ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി മഷി കഴിഞ്ഞ പാനയുടെ ട്യൂബ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഹോളിട്ട് കൊടുത്തായിരുന്നു. അതങ്ങനെ ഹോളിട്ട് കൊടുത്തു, എന്നിട്ടാണ് ഞാൻ അതിൽ ഒട്ടിച്ചേട്ടോ. പിന്നെ ഇതുപോലെ പശ തേച്ച് കൊടുക്കുക അതിൻ്റെ ബാക്കിലായിട്ട്. അതുപോലെ തന്നെ ഈ രൂപങ്ങളിൽ താഴെയും കുറച്ച് ഫ്ലാറ്റനായാൽ തന്നെ അവിടെ ഒട്ടിയിരിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ അത് വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ആ ഒരു രീതിയിൽ അലൈൻമെൻറ്റ് നോക്കിയിട്ട് രണ്ടുപേരെയും കാണുന്ന രീതിയിൽ വേണം നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു.
പിന്നെ നമ്മൾ ചെയ്യണ സമയത്ത് നമ്മൾ ഇങ്ങനെ ഹാൻഡ് യൂസ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ചെയ്തിരിക്കുന്ന രൂപങ്ങളിലൊക്കെ ഷേപ്പ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കുക. അപ്പം ഞാനിത് ട്രൈ ചെയ്യാനായിട്ട് വെയിലത്താണ് വെക്കുന്നത്. വെയിലത്ത് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഡ്രൈ ആയി കിട്ടും കേട്ടോ. പിന്നെ ഒരു ദിവസമൊക്കെ വേണ്ടി വരും അത് ടോട്ടലി ഡ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം കട്ടിയിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് സമയം എടുക്കും അത് ഡ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. ഡ്രൈ ആയതിന് ശേഷമേ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാവൂ. അപ്പോൾ ബ്ലാക്ക് പെയിൻറ്റാണ് ഞാൻ ബേസിൽ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ബ്ലാക്ക് പെയിൻറ്റ് വേറെ ആ മോണിൻ്റെ മുകളിലൊന്നും ആവാതെ നമ്മൾ ക്ലിയർ ആയിട്ട് അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ബേസിൽ ടോട്ടലി ആ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം. താഴെ ഭാഗത്തും അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. കാരണം അതൊരു ഫിനിഷിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടിച്ചത്. എന്നിട്ട് ബ്ലാക്ക് കളറൊക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൈറ്റ് പെയിൻറ്റ് ഇതുപോലെ ബ്രഷിലാക്കിയിട്ട് കൈ വെച്ച് ഇങ്ങനെ ആക്കുമ്പം ചെറിയ ചെറിയ ഡോട്ടുകൾ ഇങ്ങനെ വരും അതിന്. അപ്പോൾ അതൊരു ഗാലക്സി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്തത്. കാരണം ഈ മൂണിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ വൈറ്റ് കളറിൽ ഇങ്ങനെ ഡോട്ട് ആ പിക്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ വരാൻ വേണ്ടിയിട്ട് ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ വൈറ്റ് കളറ് ചെയ്തത്. അപ്പോൾ കുറച്ച് പെയിൻ്റ് എടുത്തിട്ട് അതുപോലെ ചെയ്താൽ മതി. പിന്നെ വൈറ്റ് കളറാണ് മൂണിന് എല്ലാവർക്കും അറിയാം. വൈറ്റ് കളർ അടിച്ചു, എന്നാലും കുറച്ചൊരു യെല്ലോയിഷ് കളറും കൂടി വരണം, എന്നാലും അത് സെറ്റ് ആവുള്ളൂ. അപ്പം ഞാൻ ഇച്ചിരി ഒരു മഞ്ഞ കളർ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു പൊടിക്ക്. അധികം മഞ്ഞ കളറൊന്നും അടിക്കല്ലേ. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഹോൾ ഇട്ടു എന്ന് പറഞ്ഞില്ലേ, അവിടെ ഇച്ചിരി ഒരു വാട്ടർ കളർ പോലത്തെ എന്തെങ്കിലും എടുത്തിട്ട് ഭയങ്കര ലൈറ്റായിട്ട് അവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആസ്ട്രോനറ്റ്സിന് നമ്മൾ കോമൺലി വൈറ്റ് കളറായിരിക്കില്ല അവരുടെ യൂണിഫോം ഉണ്ടായിരിക്കുക. അപ്പോൾ ടോട്ടലി ഒരു വൈറ്റ് കളറായിരിക്കും. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഫേസ് മാത്രം ഒരു ബ്ലാക്ക് കളർ കൊടുത്തു കേട്ടോ. അവിടെ മാത്രമായിരിക്കുമല്ലോ അവരുടെ വൈറ്റ് കളർ വെച്ചിട്ട് മൂടാതിരിക്കുന്നുണ്ടാവുക, ഒരു ഹെൽമെറ്റ് പോലെയല്ലേ. അപ്പോൾ അതവിടെ മാത്രം അങ്ങനെ കൊടുത്തു. പിന്നെ യൂണിഫോമിൻ്റെ ആ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറുകൊണ്ട് ഇതുപോലത്തെ ഡിസൈൻസും കൊടുക്കാം. അപ്പം നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇതാണിത്. നമ്മൾ ഈ ടേബിളിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. എനിക്കങ്ങനെ ടേബിളൊന്നും ഇല്ല അത് വെക്കാനായിട്ട്. അപ്പം ഞാൻ ഇതെല്ലാം സൂക്ഷിച്ചു കൂട്ടി എവിടെയെങ്കിലുമൊക്കെ മൂലയ്ക്ക് ഇടുകയാണ് പതിവ്. പെയിൻ്റൊക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഫെവിക്കോളിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അതൊരു ഗ്ലേസിങ് കിട്ടും നമുക്ക്. പിന്നെ പെയിൻ്റ് ആണെങ്കിൽ പറഞ്ഞു പോരാതിരിക്കാനും അത് വളരെ നല്ല ഒരു കാര്യമാണ്. പിന്നെ ഇത് വെള്ളമായിട്ട് കോണ്ടാക്റ്റ് ആവരുത്. അപ്പോൾ പശ തേക്കുമ്പോഴും വെള്ളമൊന്നും ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.